നമസ്കാരം. ചരിത്രത്തിന്റെ താളുകളിൽ ചോരയും കണ്ണീരും വീഴ്ത്തി ഒരു ആരാധനാലയം തകർത്ത് അവിടെ ഭക്തിയുടെയും രാജസ്നേഹത്തിന്റെയും വലിയ കോട്ടകൾ കെട്ടിയുയർത്തിയവർ ഇന്ന് സ്വന്തം പാപങ്ങളുടെ ഭാരത്താൽ തല കുനിക്കേണ്ടി വരുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നത്. പള്ളി പൊളിച്ച് രാമക്ഷേത്രം ഉയർത്തി ഇപ്പോൾ ആ രാമന് സാധാരണക്കാരായ പാവം ജനങ്ങൾ നൽകുന്ന കാണിക്കാ പണത്തിൽ നിന്ന് കൈയിട്ട് വാരിയ സംഖ്യകളെ നിങ്ങൾക്ക് ജനങ്ങളോ ചരിത്രമോ മാപ്പ് നൽകില്ല. ഭക്തരുടെ വികാരങ്ങളെ വിറ്റു കാശാക്കിയ നിങ്ങളോട് സാക്ഷാൽ ശ്രീരാമൻ പോലും ഒരിക്കലും പൊറുക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് പറയാനുള്ളത്. ഭക്തിയെ രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള വെറും ഒരു ആയുധം മാത്രമാക്കി മാറ്റിയ ഒരു കൂട്ടായ്മയുടെ യഥാർത്ഥ മുഖമാണ് അയോധ്യയിൽ നിന്നിപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളിലൂടെയും പിച്ചു ചീന്തപ്പെടുന്നത്. ആത്മീയതയുടെ പേരിൽ ജനങ്ങളെ വിഭജിച്ചവർ ഇന്ന് അതേ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നടത്തുന്ന സാമ്പത്തിക കൊള്ളകളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ജനാധിപത്യ ഇന്ത്യയിൽ മതേതര മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്ന് അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിലൂടെ വെളിവാകുന്നത്. ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ ആത്മീയതയുടെയും അതുപോലെ രാജ്യസ്നേഹത്തിന്റെയും വലിയ പ്രഘോഷണങ്ങളോടെ നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രം ഇന്ന് ഭക്തിയുടെ സന്നിധി എന്നതിനേക്കാൾ വലിയ സാമ്പത്തിക കൊള്ളകളുടെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പുകളുടെയും പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അധികാരത്തിലേറാൻ ദൈവത്തെ വോട്ട് ബാങ്ക് ആക്കിയവർ അധികാരം നിലനിർത്താൻ അതേ ദൈവത്തെ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡും നോട്ട് ബാങ്കുമായി മാറ്റിയതിന്റെ പരിണിത ഫലമാണ് നാം ഇന്ന് കാണുന്നത്. രാമക്ഷേത്രത്തിലെ കോടികളുടെ കാണിക്കപ്പണം കൊള്ളയടിച്ച സംഭവവും ഇതാണ് പറയുന്നത്. അതിനു പിന്നാലെ ക്ഷേത്രത്തിലെ 24ഓളം ജീവനക്കാർ കൂട്ടത്തോടെ രാജിവെച്ചതുമായ വാർത്തകൾ കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പല്ല, മറിച്ച് ഭക്തിയെ ചരക്കാക്കിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ സ്വാഭാവിക തകർച്ചയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ തങ്ങളുടെ ജീവിത സമ്പാദ്യത്തിൽ നിന്നും വിശ്വാസത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം കുന്നുകൂടിയ ഒരിടത്താണ് അന്ന് കൃത്യമായി കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിന് ഇരയായത് ഒന്ന് ഓർക്കണം. ജോലി സമയം അനിയന്ത്രിതമായി നീട്ടുക, അർഹമായ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ലീവുകൾ നിഷേധിക്കുക തുടങ്ങിയ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചാണ് കാണിക്ക എണ്ണുന്ന വിഭാഗത്തിലെ ജീവനക്കാർ കൂട്ടത്തോടെ രാജി സമർപ്പിച്ചത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ട്രസ്റ്റ് അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇവർക്ക് പടിയിറങ്ങേണ്ടി വന്നത്. കോർപ്പറേറ്റ് ശൈലിയിൽ ക്ഷേത്രഭരണം നടത്തുന്ന ട്രസ്റ്റുകൾക്ക് ഭക്തി പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ തങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരന്റെ വയറ്റ് തടിക്കാതിരിക്കാനുള്ള മാനവികത ഇല്ല എന്ന് ഈ സംഭവം അടിവരയിട്ട് പറയുന്നു. ഭക്തരുടെ പണം എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്ന ചോദ്യം ജീവനക്കാരുടെ ഈ പ്രതിരോധത്തിലൂടെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്ന ചില വിവരങ്ങൾ. ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രധാന പ്രതി അനുകൽപ് മിശ്ര മോഷ്ടിച്ച പണം നിക്ഷേപിച്ചത് ആഗോള മുതലാളിത്തത്തിന്റെ പ്രതീകമായ ഓഹരി വിപണിയിലാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. സാധാരണക്കാരായ മനുഷ്യൻ ആത്മീയ സാഫല്യത്തിനായി അർപ്പിച്ച പുണ്യപണം ചിലരുടെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭങ്ങൾക്കായി വിപണിയിൽ മാറി മറിയുകയാണ്. പ്രതികളുമായി ബന്ധപ്പെട്ട 30ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളുടെ വിപുലമായ ശൃംഖല പരിശോധിക്കുമ്പോൾ ഈ കൊള്ളയ്ക്ക് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഇതിലും ഞെട്ടിക്കുന്നത് ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര, പ്രത്യേക ക്ഷണിതാവ് ഗോപാൽ റാവു എന്നിവരുടെ VIP ദർശനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഐഡികൾ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവർത്തനരഹിതമാക്കി എന്ന വാർത്തയാണ്. അഴിമതിയുടെ വേരുകൾ ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും നീളുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് കൂടിയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നയിക്കുന്ന BJP സർക്കാർ രാമക്ഷേത്രത്തെ തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായാണ് എക്കാലത്തും ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് റാലികളും അയോധ്യയെ പുതിയ ഇന്ത്യയുടെ സാംസ്കാരിക വികസന മാതൃകയായി അവതരിപ്പിച്ചിരുന്നവർ സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ കോടികളുടെ കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ പുലർത്തുന്ന കുറ്റകരമായ മൗനം പരസ്യമായ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? ന ഘാവൂങ്ക ന ഘാനേ ദൂങ്ക, അഴിമതി നടത്തില്ല, നടത്താൻ അനുവദിക്കില്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വീരവാദം മുഴക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭരണത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം അഴിമതിക്കാരുടെ സുരക്ഷിത താവളമായി മാറിയത്. ഭരണകൂടത്തിന്റെ പരസ്യമായ രാഷ്ട്രീയ പിന്തുണയും തണലും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരം മാഫിയകൾക്ക് യാതൊരുവിധ ഭയവുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പോലും കൊള്ള നടത്താനുള്ള ധൈര്യം ലഭിച്ചത്. അയോധ്യയിൽ നിന്നും ബദരീനാഥിലേക്ക് നീളുന്ന അഴിമതി ശൃംഖലയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ ആത്മീയ തട്ടിപ്പ് അയോധ്യയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സമാനമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് ക്ഷേത്രത്തിലും മധ്യപ്രദേശിലെ ബാഗ്ലുമുഖി ക്ഷേത്രത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്.
പ്രത്യേക അന്വേഷണ സംഘം ഈ ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രമുഖ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ഭരണകക്ഷിയുടെ സാമ്പത്തിക സ്രോതസ്സുകളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യ സംരക്ഷണത്തിനുള്ള വേദികളോ ആയി മാറിയിരിക്കുകയാണ് എന്നതിന്റെ സൂചന കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ആത്മീയതയെയും അതുപോലെ പവിത്രതയെയും വെറും രാഷ്ട്രീയ അധികാരത്തിനുള്ള ഉപകരണമാക്കുമ്പോൾ അവിടെ ധാർമ്മികത പൂർണ്ണമായും പടിയിറങ്ങുമെന്നും കള്ളന്മാർക്ക് വിളയാടാനുള്ള ഇടമായിട്ട് അത് മാറുമെന്നും ഈ തുടരന്വേഷണങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും കള്ളന്മാരാണ്. ക്ഷേത്രം ഉണ്ടാക്കിയവരും അവിടെ ദർശനത്തിന് വന്നവരും ഒക്കെ ചേർന്ന് രാമനെ കട്ടു എന്ന് പരോക്ഷമായി പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലം എത്തി നിൽക്കുന്നത്. വളരെ സങ്കടകരമാണ് എങ്കിലും പറയാതെ വയ്യല്ലോ. നിർമ്മാണ വേളയിൽ തന്നെ വലിയ തോതിൽ ഭൂമി കുംഭകോണ ആരോപണങ്ങൾ നേരിട്ട അയോധ്യയ്ക്ക് ശാപം എന്നോണം അഴിമതിയുടെ കറകൾ വിട്ടുമാറുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയെയും വിശ്വാസത്തെയും തങ്ങളുടെ രാഷ്ട്രീയ കൊയ്ത്തിനുള്ള ഇരയാക്കി മാറ്റിയവർക്ക് ഈ കൊള്ളയിൽ നിന്നും തടിയൂരാൻ സാധിക്കുകയുമില്ല. വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഈ രാഷ്ട്രീയ ആത്മീയ കൂട്ടുകെട്ടിന്റെ കൂടുതൽ കറുത്ത മുഖങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നിടുമെന്ന കാര്യവും ഉറപ്പാണ്. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നവർക്ക് അതേ ദൈവത്തിന്റെ കാണിക്കപ്പണം മോഷ്ടിച്ചവരുടെ കൂട്ടാളികൾ എന്ന ചീത്ത പേരുകൂടി ചരിത്രം വരും കാലങ്ങളിൽ ചാർത്തി നൽകുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന ഭൂമി കുംഭകോണ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തെ ആകെ നാണിപ്പിക്കുന്ന കാണിക്കക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭക്തർ തങ്ങളുടെ ജീവിത സമ്പാദ്യത്തിൽ നിന്നും വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ ചിലർ സ്വന്തം ചൂതാട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു. എന്തിനൊക്കെയാണ് അവർ ഉപയോഗിച്ചത് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്ന വിഭാഗത്തിലെ 24ഓളം ജീവനക്കാരാണ് ഒന്നിച്ച് രാജിവെച്ച് പടിയിറങ്ങിയത് എന്ന് ഓർക്കണം. സാധാരണക്കാരായ ജീവനക്കാരുടെ ജോലി സമയം നീട്ടുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് അവരെ കടുത്ത ചൂഷണത്തിന് ഇരയാക്കുമ്പോഴാണ് മറുഭാഗത്ത് കോടികളുടെ പണം വകമാറ്റി ചിലർ ആഡംബര ജീവിതം നയിച്ചതെന്ന് ഓർക്കണം. അധികാരികളുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിച്ചിട്ടും നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഈ കൂട്ടരാജി എന്നത് ക്ഷേത്ര ഭരണത്തിന്റെ അടിയൊഴുക്കുകളെ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി അനുകൽപ് മിശ്ര മോഷ്ടിച്ച പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് വ്യക്തിപരമായ ലാഭം കൊയ്യാൻ ശ്രമിച്ചു എന്ന വാർത്ത ഏതൊരു സാധാരണ ഭക്തനെയും പ്രകോപിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് അല്ലെ. ദൈവത്തിന് നൽകിയ പുണ്യപണം കോർപ്പറേറ്റ് വിപണിയിലെ ചൂതാട്ടത്തിനായി മാറ്റിയ മാഫിയയ്ക്ക് തണലൊരുക്കിയത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തവുമാണ്. പ്രതികളുമായി ബന്ധപ്പെട്ട 30ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഡിജിറ്റൽ ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ വേരുകൾ കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായി, അനിൽ മിശ്ര തുടങ്ങിയ പ്രമുഖരുടെ VIP ദർശന പാസുകൾക്കുള്ള ഡിജിറ്റൽ ഐഡികൾ വരെ റദ്ദാക്കേണ്ടി വന്നത് ഈ സാമ്പത്തിക കൊള്ളയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ ആത്മീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന BJP നേതൃത്വം രാമക്ഷേത്രത്തെ തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കോട്ടയായിട്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആത്മീയതയുടെയും ദേശീയതയുടെയും പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടിയവർ സ്വന്തം പാർട്ടി അണികളും അനുഭാവികളും നടത്തുന്ന ഈ നഗ്നമായ പകൽക്കൊള്ളയ്ക്ക് നേരെ തികഞ്ഞ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അഴിമതിക്കെതിരെ പോരാടുന്നു എന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് ഭക്തരുടെ വികാരങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ കൊള്ള നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. അയോധ്യയിൽ മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബദ്രിനാഥ് ക്ഷേത്രത്തിലും ബാഗ്ലുമുഖി ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം ആരംഭിക്കേണ്ടി വന്നിരിക്കുന്നു എന്നത് ഭക്തിയെ ഇവർ എങ്ങനെയാണ് ഒരു വിപണി ഉൽപ്പന്നമാക്കി മാറ്റിയത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലാതെ മറ്റെന്താണ്. അധികാര രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പള്ളി പൊളിച്ച് അവിടെ മന്ദിരം ഉയർത്തിയപ്പോൾ ഇവർ ലക്ഷ്യം വെച്ചത് ഭക്തരുടെ ആത്മീയത ആയിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും വോട്ട് ബാങ്കുകളും ആയിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ദൈവത്തെ പോലും മറന്ന് പണം വാരിയവർക്ക് വരുംകാല ചരിത്രം വലിയ വില നൽകേണ്ടി വരും. ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞ് സാധാരണക്കാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തവർക്ക് ജനകീയ കോടതിയിലും ദൈവത്തിന്റെ സന്നിധിയിലും ഒരുപോലെ വിചാരണ നേരിടേണ്ടതായി വരും. നിർമ്മിച്ചവരും ഭരിക്കുന്നവരും ഒരുപോലെ രാമനെ കട്ടു എന്ന പഴി കേൾക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപജയമാണ്. വിശ്വാസികളെ വഞ്ചിച്ച ഈ ഭരണകൂടത്തിനും അതിന്റെ അണികൾക്കും കാലം കാത്തുവച്ചിരിക്കുന്ന നീതിയുടെ വിധി നടപ്പിലാക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ബദ്രിനാഥിലെ വാർത്തകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.